ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സാജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ ദം ബിരിയാണി അല്ല കേട്ടോ, കുക്കർ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചെമ്മീൻ ഇപ്പോൾ വില കുറവായതുകൊണ്ട് തന്നെ ചെമ്മീൻ കറി വെച്ചിട്ടും ഫ്രൈ ആക്കിയിട്ടെല്ലാം ഒരു മടുപ്പ് വന്നു കേട്ടോ. അധികം കൂട്ടിയാൽ പിന്നെ നമുക്ക് എന്തും മടുക്കുമല്ലോ. പൊതുവേ നമുക്ക് ചെമ്മീൻ വില കൂടുതലായതുകൊണ്ട് അങ്ങനെ വാങ്ങൽ കുറവാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ കുറച്ച് കിട്ടുമ്പോൾ. ഇപ്പോൾ ചെമ്മീൻ വില കുറവായതുകൊണ്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ട് ഒരു മടുപ്പും വന്നു. അപ്പോൾ ഇന്ന് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചിന്. അപ്പോൾ വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കുക്കർ ബിരിയാണി. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെമ്മീൻ ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം വലുതുമല്ല അധികം ചെറുതുമല്ല, ഒരു മീഡിയം സൈസിലുള്ളതാണ്. പിന്നെ തക്കാളി, ഉള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈസിയാണ്, വേഗം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അധിക സമയമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കണം. 6 kg ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ വെളിച്ചെണ്ണയിലോ ഓയിലോ ഈ ബിരിയാണി ഉണ്ടാക്കാം. പക്ഷേ 6 kg ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 1-2 ടീസ്പൂൺ വരെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഒന്ന് ചൂടായി കിട്ടിയിട്ടാകുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് എല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ടിട്ടുണ്ട്. പെരിഞ്ചീരകം ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്കും നെയ്ച്ചോറിനെല്ലാം. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിന്. പെരിഞ്ചീരകം എന്ന് പറയുന്നത് വലിയ ജീരകമാണ് കേട്ടോ, ചെറിയ ജീരകമല്ല. പിന്നെ നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ തക്കാളിയും കൂടി ഇടലാണ്. അപ്പോൾ ഉള്ളി വാടാനൊന്നും നിൽക്കുന്നില്ല. തക്കാളിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും എല്ലാം ഇട്ടെടുക്കലാന്ന് ഒന്നിച്ചിട്ട്. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ വാട്ടിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വേഗം ആണോയെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കലാണ്. എന്നിട്ട് ഇതാ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 3 വിസിൽ വരെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ കരിഞ്ഞു പോകുന്നില്ല, അധികം ഹൈ ഫ്ലെയിമിൽ ഇടണ്ടാന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കലാണ്. അപ്പോൾ ഇതാ ഏകദേശം 3 വിസിൽ വന്നിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാനിതാ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉള്ളിൽ നിന്ന് തക്കാളി നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അതായത് ഇതുപോലെ ആയിക്കിട്ടും നല്ലോണം എന്താ പറയുക ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. തക്കാളിയും ഉള്ളിയും എല്ലാം ഇതാ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ബിരിയാണിയിലാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കിയാൽ നല്ലതാണ്. ടേസ്റ്റ് വ്യത്യാസം അങ്ങനെ വരുമൊന്നും ചെയ്യില്ല കേട്ടോ, ഇങ്ങനെ വേവിച്ചെന്ന് വിചാരിച്ചിട്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ചൊരു 1-2 ടീസ്പൂൺ വരെ ഫിഷ് മസാലപ്പൊടിയും ഗരം മസാല, കുരുമുളക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫിഷ് മസാല ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി നമുക്കിത് നല്ലോണം പൊടിയൊന്ന് മിക്സായി കൊടുക്കാം. അതിന് ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീനും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ആ ചെമ്മീനിൽ മസാല നല്ലോണം ഒന്ന് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് വരെ നമുക്കിതാ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ചെമ്മീൻ അങ്ങനെ പെട്ടെന്ന് തന്നെ ഒടിയൊന്നും ചെയ്യില്ലല്ലോ, അതുകൊണ്ട് ആ ഒരു ബേജാറും വേണ്ട കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാം നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കുക്കർ ബിരിയാണിക്ക് മല്ലിയിലയും പുതിനയിലയും നിർബന്ധമാണ്, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും ബിരിയാണിക്ക്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എത്ര അരി എടുക്കുന്നോ അതിൻ്റെ ഡബിളല്ലേ പൊതുവേ വെള്ളം ഒഴിച്ചു കൊടുക്കൽ. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് അരിക്ക് പൊതുവേ നെയ്ച്ചോറിൽ വെക്കുമ്പോൾ 6 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ ബിരിയാണി ആകുമ്പോൾ നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒന്ന് കുറച്ച് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ 5 ഗ്ലാസ് വെള്ളം നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തിളപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒന്ന് ആയിക്കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒന്ന് തിളച്ചിട്ടണം കേട്ടോ, നല്ലോണം തിളച്ചിട്ടണം. നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചാലും ഒരു 2-3 മിനിറ്റ് ആകും ഇതെല്ലാം ഒന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നല്ലോണം ഒന്ന് കഴുകിയിട്ട് വെള്ളം ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ തിളക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ആക്കിയിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടാകും നോക്കുക.
അപ്പോൾ ഉപ്പെല്ലാം കറക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഊറ്റാൻ വേണ്ടി വെച്ചിരിക്കുന്ന അരിയും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ അരിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. നമ്മൾ കുക്കറിലെല്ലാം വെക്കുമ്പോൾ പ്രത്യേകം എന്താ പറയുക നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കലും വേണം കേട്ടോ. നമ്മൾ പൊതുവേ സാധാരണ കുക്കറിലൊന്നും വെക്കുന്നില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുമല്ലോ നെയ്ച്ചോറിലാകുമ്പോൾ. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലോണം തിളക്കിട്ട് എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ഓവർ വെന്തു ചോറ്. അതുകൊണ്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ മാത്രം അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒറ്റൊരു വിസിൽ മാത്രം മതി കേട്ടോ നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വിസിൽ വന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ പ്രഷർ അപ്പാടം തന്നെ അയക്കരുത്. അതിൻ്റെ പ്രഷർ താനേ പോകണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഫുള്ളായിട്ട് പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് തുറന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ കറക്റ്റ് വേവായിട്ടുണ്ട് കേട്ടോ. കാണുന്നില്ല നല്ല എന്താ പറയുക ചോറെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അധികം ഉടഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ചൂടിൽ നമുക്കിത് കാണുമ്പോൾ കുറച്ച് ഉടഞ്ഞതുപോലെ ആയിട്ട് കാണുന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഇത് കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇതാ ഞാനെല്ലാം ഇങ്ങനെ മിക്സായി കൊടുക്കലാണ്. അപ്പോൾ നമ്മളിത് ചൂടോടെ തന്നെ മിക്സ് ആക്കിയാലാണ് എല്ലാ ഭാഗത്തും ആ മസാലയെല്ലാം എത്തും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ് ഈ ചെമ്മീൻ ബിരിയാണി. പൊതുവേ നമുക്ക് മീൻ ബിരിയാണി നല്ല ഇഷ്ടമാണ്. അപ്പോൾ കുക്കർ ബിരിയാണി നമുക്കെല്ലാം വെച്ചിട്ടുണ്ടാക്കാം. മീൻ വെച്ചിട്ട് അതുപോലെ തന്നെ മീൻ എന്ന് പറയുന്നത് ചെമ്മീൻ വെച്ചിട്ട് പിന്നെ ചിക്കന് ബീഫ് എല്ലാം വെച്ചിട്ട് തയ്യാറാക്കും. പക്ഷേ ഇത് നല്ല ഉണ്ടായിന് ഈ ചെറിയ ചെമ്മീൻ. ഞാൻ ആക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പൊതുവെ വിചാരിച്ചിനേനും. പക്ഷെ ആക്കിയത് നല്ല ഉണ്ടായി കേട്ടോ. നല്ല അധികം വലിയ ചെമ്മീനെല്ലാം ഉണ്ടെങ്കിലാണ് ഇങ്ങനെ ബിരിയാണിയെല്ലാം വെക്കൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ ആക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സലാഡും ചെമ്മീൻ കുറച്ചൊന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിനു അതുമാണ് ആക്കിന്. അപ്പോൾ നല്ല റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ വേഗം തന്നെ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റും. കൂടി വന്നാൽ ഒരു കാമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് മറക്കാതെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താ പറയുക ഇൻഷാ അല്ലാഹ് നല്ല റെസിപ്പി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക്